ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കണ്ണിന്റെ താഴെ അതുപോലെ തന്നെ കവിളിൽ മൂക്കിന്റെ സൈഡിലൊക്കെ ബ്രൗൺ കളറിൽ അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് കളറിൽ വരുന്ന പിഗ്മെന്റേഷനെ കുറിച്ചിട്ടുള്ളതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഫേസിൽ ഈ ഒരു പിഗ്മെന്റേഷൻ വന്നു കഴിഞ്ഞാൽ തന്നെ നമ്മളെ കോൺഫിഡൻസും എല്ലാം മൊത്തത്തിൽ ചോർന്നു പോകുന്ന ഒരു അവസ്ഥ വരും. നമ്മൾ മിറർ നോക്കുമ്പോൾ തന്നെ നമുക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് മാറുന്ന ഒരു സ്റ്റേജിലൊക്കെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു പിഗ്മെന്റേഷൻ വന്നാൽ തന്നെ നമ്മുടെ ഫേസ് മൊത്തത്തിൽ ഒരു ഡള്ളായിട്ടും അല്ലെങ്കിൽ നമ്മളൊരു കോൺഫിഡൻസിനെ ബാധിക്കുന്ന ഒരു വിഷയമായിട്ട് മാറുന്ന ഒരു കാര്യമാണ്. നിങ്ങൾക്ക് എന്ത് കളിച്ചിട്ടും പോകുന്നില്ല എന്നുള്ള രീതിയിലാണ് നിങ്ങളെ പിഗ്മെന്റേഷൻസ് ഉണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഉള്ളതാണ്. നിങ്ങൾ ഈ ഒരു വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾ ഇതേപോലെ ഒരു പ്രശ്നമായിട്ട് ബുദ്ധിമുട്ടായിട്ട് മുന്നോട്ട് പോകുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ നമുക്ക് ഇതിന് ആദ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് കാരണം കൊണ്ടാണ് നമുക്ക് ഇതേപോലെ ഈ ഒരു പിഗ്മെന്റേഷൻ അല്ലെങ്കിൽ കരിമംഗലം പോലത്തെ കാര്യങ്ങൾ വരുന്നത് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കി വെക്കുക. എന്നിട്ട് വേണം അതിന്റെ ട്രീറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് മനസ്സിലാക്കേണ്ടത് നമുക്ക് ഫസ്റ്റ് റീസൺ വരുന്നത് സൺ എക്സ്പോഷർ ആണ്. അതായത് നമുക്കിപ്പോൾ എല്ലാ സമയത്തും പുറത്ത് പോകുമ്പോൾ കുട വെക്കണം എന്നുള്ള അല്ലെങ്കിൽ ടവല് അല്ലെങ്കിൽ ഷാള് അങ്ങനത്തെ ഉപയോഗിക്കണം എന്നുള്ളത് നമുക്ക് ചാൻസ് അത്ര കുറവായിരിക്കും. ചിലപ്പം എല്ലാ സമയത്തും നമുക്ക് അതേപോലെ ചെയ്യണമെന്നില്ല. അല്ലെങ്കിൽ ഭയങ്കര നമ്മളെ ജോലി അല്ലെങ്കിൽ നമ്മുടെ സാഹചര്യങ്ങളൊക്കെ ചിലപ്പം ആ രീതിയിലായിരിക്കും. ഭയങ്കര വെയിലത്ത് പണിയെടുക്കുക ഇങ്ങനത്തെയൊക്കെ ആണെങ്കിൽ നമുക്ക് ഗ്രാജുവലി ഇതേപോലെ ഈ ഒരു പിഗ്മെന്റേഷൻ നമ്മുടെ ഫേസിൽ നോസിന്റെ സൈഡിൽ ഭയങ്കരമായിട്ട് സൺ എക്സ്പോഷർ നടക്കുന്ന ഭാഗങ്ങൾക്കൊക്കെ ഇതേപോലെ ഒരു പിഗ്മെന്റേഷൻ ഡൾ ആവുന്ന രീതിയിലേക്ക് മാറി വരും. ഈ ഒരു പിഗ്മെന്റേഷൻ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് പിമ്പിൾസ് വന്ന മാർക്ക് കുറച്ചും കൂടി ഒരു ഡാർക്ക് ഷെയ്ഡിലേക്ക് മാറി വരുന്ന രീതിയിലും ആവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ ഒരു പ്രശ്നം വരുന്നത്. പിന്നെ നമുക്ക് വരുന്നത് ഹോർമോൺ ചേഞ്ച് ആണ്. ഈ ഒരു ഹോർമോൺ ചേഞ്ച് നിങ്ങൾക്ക് ഫൈബ്രോയിഡ് ഒക്കെ ഉള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ ഈ ഒരു പിഗ്മെന്റേഷൻ ഫേസിൽ വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഒരുപാട് സ്കിൻ വൈറ്റനിങ് ക്രീംസ് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ കാലക്രമേണ വരും. നമുക്കത് പെട്ടെന്ന് വരില്ല. നമുക്ക് ആ ഒരു ടൈമിൽ ഭയങ്കരമായിട്ട് വൈറ്റനിങ് ഒരു ഫേസ് ഒക്കെ ഭയങ്കര ബ്രൈറ്റ് അപ്പ് ആയിട്ട് തോന്നാം, അല്ലെങ്കിൽ ഭയങ്കര വൈറ്റ് കളറിലേക്ക് മാറുക, നമ്മുടെ ഷെയ്ഡ് ഡബിൾ ആയിട്ട് മാറുക, നമ്മുടെ നോർമൽ ഷെയ്ഡ് നിന്ന് കുറച്ചും കൂടി ഒരു അപ്ഡേറ്റ് ചെയ്ത് കുറച്ചും കൂടി ഒരു കളറിലേക്ക് മാറുക. ഈ ഒരു അവസ്ഥയിലേക്ക് എഴുതുന്നൊരു രീതിയിലേക്ക് വരും. അപ്പോൾ പക്ഷേ നമുക്കത് കാലക്രമേണയാണ് നമുക്ക് ആ ഒരു പിഗ്മെന്റേഷൻ എന്നുള്ള ലെവലിലേക്ക് അത് മാറിയിട്ട് വരിക. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കത് കൂടുതൽ ഉപയോഗിക്കുന്നത് അത്ര നല്ലതല്ല ഒരിക്കലും. അതുപോലെ മറ്റൊരു പ്രശ്നമാണ് ഏജിംഗ് എന്ന് പറയുന്നത്. നമുക്ക് ഏജ് കൂടുന്നതിനനുസരിച്ച് ഇതേപോലെ നമ്മുടെ ഫേസിൽ പിഗ്മെന്റേഷൻ വന്നു തുടങ്ങും. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു കരിമംഗലം അല്ലെങ്കിൽ ഈ പിഗ്മെന്റേഷൻ എന്നുള്ള രീതിയിൽ നമ്മുടെ ഫേസിലേക്ക് മാറി വരാനുള്ള കാരണങ്ങൾ വരുന്നത്. അല്ലാതെ നമുക്ക് കഷ്ടകാലം വരുമ്പോൾ പിഗ്മെന്റേഷൻ വരും അല്ലെങ്കിൽ കരിമംഗലം വരും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊന്നല്ല, ഇതൊരു സൗന്ദര്യ പ്രശ്നം മാത്രമാണ്. നമുക്ക് ഈ ഒരു പിഗ്മെന്റേഷൻ അല്ലെങ്കിൽ കരിമംഗലം ഒക്കെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ 4 ഇൻഗ്രീഡിയൻസിനെ കൊണ്ട് വളരെ നാച്ചുറൽ ആയിട്ടും അതുപോലെ തന്നെ വളരെ എഫക്റ്റീവ് ആയിട്ടും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഹോം റെമഡിയാണിത്. നമുക്ക് ആകെ 4 ഇൻഗ്രീഡിയൻസ് മാത്രം മതി. അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് പറഞ്ഞാൽ ഇതിലേക്ക് വേണ്ട ഫസ്റ്റ് ഇൻഗ്രീഡിയന്റ് വരുന്നത് നമ്മുടെ ഇരട്ടിമധുരമാണ്. നമുക്ക് അങ്ങനെ വീട്ടിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഇരിക്കില്ല, എന്നാലും നിങ്ങൾ നമുക്ക് സ്റ്റോറിലൊക്കെ പോയി കഴിഞ്ഞാൽ വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. ഈ ഒരു ഇരട്ടിമധുരത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിൽ വരുന്ന മെലാനിന്റെ പ്രൊഡക്ഷൻ അത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമുക്ക് പിഗ്മെന്റേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമുക്ക് പിമ്പിൾസിന്റെ മാർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതുപോലെ നമ്മുടെ സ്കിന്ന് നല്ല രീതിയിൽ ബ്രൈറ്റ് ആക്കാൻ വേണ്ടിയിട്ടും കൂടെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് നമ്മൾ ഈ ഒരു ഇരട്ടിമധുരം എന്ന് പറയുന്നത്. അതാണ് നമ്മൾ ഫസ്റ്റ് ഇൻഗ്രീഡിയന്റ് വരുന്നത്. അപ്പോൾ നമുക്ക് രണ്ടാമതായിട്ട് വേണ്ടത് ഹണിയാണ്. ഹണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ സ്കിൻ റിലേറ്റഡ് ഒരുപാട് പ്രശ്നങ്ങൾക്ക് നമുക്ക് ഒരുപാട് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. നമ്മൾ എന്ത് പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഹണി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടി മോയ്സ്ചറൈസിംഗ് എഫക്ട് കിട്ടുന്ന ഒരു കാര്യം കൂടിയാണ് ഈ ഒരു ഹണി എന്ന് പറയുന്നത്. അതാണ് നമുക്ക് രണ്ടാമത്തെ ഇൻഗ്രീഡിയന്റ് ആയിട്ട് വേണ്ടത്. അതുപോലെ നമുക്ക് മൂന്നാമത്തെ ഇൻഗ്രീഡിയന്റ് ആയിട്ട് വേണ്ട എന്താണെന്ന് വെച്ചാൽ നമ്മൾ രക്തചന്ദനമാണ്. രക്തചന്ദനം നമ്മൾ ഇപ്പം അങ്ങനെ ഉപയോഗിക്കുന്നില്ല, പണ്ടൊക്കെ ഒരുപാട് ഉപയോഗിച്ചു. നമുക്ക് ചിക്കൻ ബോക്സ് ഒക്കെ വരുമ്പോൾ ഫേസിൽ വരുന്ന പാടുകളൊക്കെ മാറാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതുപോലെ പിഗ്മെന്റേഷൻസിന്റെ മാർക്ക് നിങ്ങൾക്ക് അതേപോലെ തന്നെ ഫേസിൽ ചെറിയ ഡാർക്ക് സ്പോട്ടൊക്കെ ഭയങ്കര കുറെ എന്തെങ്കിലും മുറിവ് കാര്യങ്ങളൊക്കെ പറ്റി ചിലപ്പം ചെറിയൊരു കളർ ചേഞ്ച് ഒക്കെ വന്നു കഴിഞ്ഞാൽ അതൊക്കെ മാറ്റാൻ വേണ്ടി നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമായിരുന്നു നമ്മൾ ഈ ഒരു രക്തചന്ദനം. നിങ്ങൾക്ക് വുഡായിട്ട് കിട്ടുകയാണെങ്കിൽ വുഡായിട്ട് എടുക്കുക, അല്ല നിങ്ങൾക്ക് അതിന്റെ പൗഡർ വാങ്ങിക്കാൻ കിട്ടുകയാണെങ്കിൽ ആ രീതിയിൽ ഉപയോഗിക്കുക. നമുക്ക് അതിന്റെ പേസ്റ്റ് എടുത്തിട്ടാണ് ഉപയോഗിക്കേണ്ടത് വേണ്ടത്. അതുപോലെ നമുക്ക് നാലാമതായിട്ട് വേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൊട്ടറ്റോ ജ്യൂസ് ആണ്. നമ്മുടെ ഉരുളക്കിഴങ്ങിന്റെ ജ്യൂസ് ആണ് നമുക്ക് വേണ്ടത്. ഈ ഒരു പൊട്ടറ്റോ ജ്യൂസ് നമുക്കറിയാം നമ്മുടെ സ്കിന്നിൽ വരുന്ന പിഗ്മെന്റേഷൻ അതുപോലെ കണ്ണിനടിയുന്നത് പഫിനെസ് ഒക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് പിമ്പിൾസ് ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടും നല്ല രീതിയിൽ എഫക്ട് ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണ്. അതുപോലെ വിറ്റാമിൻ സിന്റെ ഒരുപാട് അടങ്ങിയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് നമ്മൾ ഈ ഒരു പൊട്ടറ്റോ എന്ന് പറയുന്നത്. പൊട്ടറ്റോ ജ്യൂസ് ആണ് നമുക്ക് ഇതിലേക്ക് വേണ്ടത്. അപ്പൊ ഈ ഒരു 4 ഇൻഗ്രീഡിയന്റ് ഏതൊക്കെയാണ്? ഇരട്ടിമധുരമാണ്. രണ്ടാമതായിട്ട് നമുക്ക് വേണ്ടത് ഹണിയാണ്. മൂന്നാമതായിട്ട് നിങ്ങൾ ഇതിലേക്ക് എടുക്കേണ്ടത് രക്തചന്ദനമാണ്. അതുപോലെ തന്നെ നാലാമത് നമുക്ക് ഇതിലേക്ക് വേണ്ടത് പൊട്ടറ്റോ ജ്യൂസ് ആണ്. അപ്പൊ ഇത് നമുക്ക് അത്ര ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ട് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് നമ്മൾ സാധാരണ നമ്മളെ നോർമൽ ആയിട്ട് നമ്മളെ ബഡ്ജറ്റിലൊക്കെ ഒതുങ്ങി എടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പൊ നിങ്ങൾക്ക് പിഗ്മെന്റേഷൻ ഉണ്ട് അല്ലെങ്കിൽ ഈ ഒരു കരിമംഗലം പോലത്തെ കാര്യങ്ങൾ നിങ്ങളുടെ ഫേസിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആവുന്ന കാര്യമായിരിക്കും. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് പാക്ക് ആയിട്ട് ചെയ്യേണ്ടത് നിങ്ങൾക്ക് പറഞ്ഞുതരാം. സ്പൂണ് ഇരട്ടിമധുരം എടുക്കുക, അതുപോലെ തന്നെ 1 സ്പൂണ് രക്തചന്ദനം എടുക്കുക, അതുപോലെ തന്നെ 1 സ്പൂണ് ഹണിയും കൂടെ ആഡ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ അതിലേക്ക് പൊട്ടറ്റോ ജ്യൂസ് മിക്സ് ചെയ്തിടുക. നിങ്ങൾക്ക് അത് അത്യാവശ്യം ഒരു കട്ടി പേസ്റ്റ് ആവുന്ന രീതിയിലേക്ക് ആക്കി എടുക്കുക. ഇനി നിങ്ങൾ രക്തചന്ദനം പൗഡർ ആയിട്ട് എടുക്കുകയാണെങ്കിൽ 1 സ്പൂൺ എടുക്കുക. ഇനി അല്ല നിങ്ങൾ അത് പേസ്റ്റ് ആക്കിയിട്ട് എടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ഉറച്ചെടുത്തിട്ട് അതിന്റെ പേസ്റ്റ് ആക്കിയിട്ട് എടുക്കുക. ഇതൊക്കെ 1 സ്പൂൺ എന്നുള്ള കണക്കിൽ എടുത്തേക്കുക. എന്നിട്ട് മിക്സ് ചെയ്യാൻ വേണ്ടി ആ പൊട്ടറ്റോ ജ്യൂസ് ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ആ ഒരു മിക്സ് ചെയ്തൊരു കട്ടി ഒരു പേസ്റ്റ് പോലെ ആവാൻ വേണ്ടിയിട്ട് എത്ര വേണം എന്നുള്ളത് നോക്കിയിട്ട് പൊട്ടറ്റോ നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് ബ്ലെൻഡ് ചെയ്തിട്ട് അതിന്റെ ജ്യൂസ് എടുത്തിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് മിക്സ് ചെയ്തിട്ട് നിങ്ങൾ അത് ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഫേസ് നല്ല രീതിയിൽ വാഷ് ചെയ്തിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ
നമ്മളെ മേക്കപ്പ് കാര്യങ്ങളൊന്നും തന്നെ നമ്മുടെ ഫേസിൽ അത് എന്ത് ചെയ്യുകയാണെങ്കിലും നമ്മുടെ ഫേസ് നല്ല രീതിയിൽ ക്ലിയർ ആണോ എന്നാൽ മാത്രമേ അതിന്റെ എഫക്ട് നമുക്ക് പെട്ടെന്ന് കിട്ടുള്ളൂ. അപ്പൊ ഇത് നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ കട്ടിയിൽ കോട്ടിങ് പോലെ തന്നെ ചെയ്തിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യാം. കഴിയുന്നത് നൈറ്റ് ചെയ്യുന്നതാണ് നല്ലത്. ഇതേപോലെ നല്ല രീതിയിൽ തിക്ക് ആയിട്ടുള്ള പേസ്റ്റിൽ നിങ്ങളുടെ ഫേസിൽ എവിടെയാണ് പിഗ്മെന്റേഷൻ ഉള്ളത് ആ ഒരു ഭാഗത്ത് അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു അരമണിക്കൂർ വെക്കുക. എന്നിട്ട് നിങ്ങൾ വാഷ് ചെയ്യുക. കഴിയുന്നത് നൈറ്റ് ചെയ്യുന്നതാണ് കുറച്ചും കൂടി ബെസ്റ്റ് ആയിട്ടുള്ള കാര്യം. എന്നിട്ട് നിങ്ങൾ നോർമൽ ആയിട്ട് നിങ്ങൾ എന്താ ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ നോർമൽ ആയിട്ട് സിറം യൂസ് ചെയ്താൽ യൂസ് ചെയ്യാം, മോയ്സ്ചറൈസർ യൂസ് ചെയ്യേണ്ട യൂസ് ചെയ്യാം. അതൊക്കെ നിങ്ങൾ സെയിം ഡെയിലി റൂട്ടീൻ പോലെ തന്നെ ചെയ്യാം. പിന്നെ നിങ്ങൾ മെയിൻ ആയിട്ട് ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റ് മാത്രം യൂസ് ചെയ്യാൻ നോക്കുക. അത് നിങ്ങളിപ്പം രക്തചന്ദനത്തിന്റെ പൗഡർ വാങ്ങിക്കുകയാണെങ്കിൽ നല്ല ക്വാളിറ്റിയുള്ള സാധനം നോക്കുക. അതേപോലെ തന്നെ ഇരട്ടി മധുരം എടുക്കുകയാണെങ്കിലും നല്ലത് നോക്കുക. ചില അത് നമ്മൾ കുറെ കാലം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെതായുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ വരും. നിങ്ങൾക്ക് നല്ല സാധനങ്ങൾ നോക്കിയിട്ട് പർച്ചേസ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പാക്ക് കാര്യങ്ങൾ ചെയ്യാൻ നോക്കുക. അത് കുറച്ചും കൂടി നിങ്ങൾക്ക് എഫക്റ്റീവ് ആയിട്ട് തന്നെ വരും. അല്ലാതെ നമുക്ക് അതിന്റെ ഒരു സൈഡ് എഫക്ട് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു കാര്യങ്ങൾ ഉണ്ടാവില്ല. അപ്പോൾ അത് കറക്റ്റ് ആയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ നല്ല രീതിയിൽ പിഗ്മെന്റേഷൻ ഉണ്ട് അല്ലെങ്കിൽ പിഗ്മെന്റേഷൻ വന്നിട്ട് നിങ്ങൾ എന്ത് കളിച്ചിട്ട് മാറുന്നില്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടുന്ന കാര്യമായിരിക്കും. നിങ്ങൾ ഇത് ഡെയിലി യൂസ് ചെയ്യാൻ നോക്കുക. നമുക്ക് ആ ഡെയിലി ഒരു 1 വീക്ക് തന്നെ നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ തന്നെ അതിന്റെ ആ ഒരു കാഠിന്യം കുറഞ്ഞു അതായത് ആ ഷെയ്ഡ് കുറഞ്ഞു വരും. നിങ്ങൾക്ക് വിസിബിൾ ആയിട്ടാണ് നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആവുന്ന വീഡിയോ ആയിരിക്കും. നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് പിഗ്മെന്റേഷൻ ഉണ്ട് അല്ലെങ്കിൽ ഇതേപോലെ കരിമങ്കലിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റ് എൻട്രി ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എന്തായാലും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.